بسم الله الرحمن الرحيم إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയത്ത് ചെയ്യുകയുമാണ്. ഫസാദ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഏതാനും കാര്യങ്ങൾ പറയുന്ന എനിക്കും ശ്രവിക്കുന്ന നിങ്ങൾക്കും ഒരു ഉത്ബോധനമാകുന്നതിന് വേണ്ടി ഇവിടെ ഉണർത്തുന്നത്. ഫസാദ് എന്നാൽ ഉപകാരപ്രദമായ ഒരു വസ്തുവിൻ്റെ ഉപകാരത്തെ തനിക്കും മറ്റുള്ളവർക്കും ഉപദ്രവകരമാക്കി മാറ്റലാണ് ഫസാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരമാക്കി പടച്ച ഒന്നിനെ ഉപദ്രവമാക്കി മാറ്റുക, അത് തനിക്ക് ഉപദ്രവമാക്കലാകാം, താനല്ലാത്തവർക്ക് ഉപദ്രവകരമാക്കി മാറ്റലാകാം. ഇതാണ് ഫസാദിന് ചിലർ പറഞ്ഞതായ ഒരു നിർവചനം. ഈ ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചപ്പോൾ ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖൈറും അവൻ്റെ ഫദ്ലും ചൊരിഞ്ഞാണ് ഈ ഭൂമിയെ പടച്ചത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖുൽ അഇന്നകും ലതക്ഫുറൂൻ ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈൻ വതജഅലൂന ലഹു അൻദാദ.
പറയുക, അഇന്നകും ലതക്ഫുറൂൻ ബില്ലദീ ഖലഖൽ അർദ്, ഭൂമിയെ പടച്ച അള്ളാഹുവിൽ നിങ്ങൾ അവിശ്വസിക്കുകയാണോ? വതജഅലൂന ലഹു അന്ദാദ, ഭൂമിയെ പടച്ച സൃഷ്ടാവിന് നിങ്ങൾ സമന്മാരെ നിശ്ചയിക്കുകയുമാണോ? ദാലിക റബ്ബുൽ ആലമീൻ, ഭൂമിയെ പടച്ച സൃഷ്ടാവ് അത് മുഴുവൻ ലോകരുടെയും സ്ഥിതി നിയന്ത്രിക്കുന്ന സൃഷ്ടാവായ, സ്ഥിതി നിയന്ത്രിക്കുന്നവനായ രക്ഷിതാവാകുന്നു. വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹ, ഭൂമിയെ പടച്ച അള്ളാഹു ഭൂമിക്കുപരിയിൽ പർവ്വതങ്ങൾ നാട്ടുകയുണ്ടായി. വബാറക ഫീഹ, ഭൂമിയിൽ അള്ളാഹു ബർക്കത്ത് ചൊരിയുകയുണ്ടായി. വഖദ്ദറ ഫീഹ അഖ്വാതഹ, ഭൂമിയിൽ അള്ളാഹു അതിലെ ഖൂത്ത് ഉപജീവനങ്ങൾ മനുഷ്യർക്കും സൃഷ്ടിചരാചരങ്ങൾക്കുമെല്ലാം, മനുഷ്യരെ പോലുള്ള ഇതര സൃഷ്ടിചരാചരങ്ങൾക്കെല്ലാം വേണ്ട പോഷണം, ഭക്ഷണം അത് നിശ്ചയിക്കുകയുണ്ടായി. ഫി അർബഅത്തി അയ്യാമിൻ സവാഅൻ ലിസ്സായിലീൻ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സൃഷ്ടിച്ചതിനെക്കുറിച്ചും ആ ഭൂമിയിൽ പർവ്വതങ്ങൾ നാട്ടിയതിനെക്കുറിച്ചും ആ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ബർക്കത്ത് ചൊരിഞ്ഞതിനെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ ഭൂമിക്കുപരി അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്തിനാൽ, ഖൈറിനാൽ, നന്മയാൽ, ഫദ്ലിനാൽ, ഔദാര്യത്താൽ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണുള്ളത്. ഇങ്ങനെയുള്ള ഈ ഭൂമിയെ അതിലുള്ള ഉപകാരത്തെ, ഗുണത്തെ, മേന്മയെ, നന്മയെ ഉപദ്രവകരമാക്കി മാറ്റലാണ് ഫസാദ്. ആ ഉപദ്രവകരമാക്കി മാറ്റൽ എങ്ങനെയാണ്? അത് ആത്മീയമായുണ്ട്, ഭൗതികമായുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമരുളിയതിനെ, ഉപകാരം കനിഞ്ഞതിനെ ഫസാദിലാക്കൽ ഭൗതികമായുണ്ട്, അതേപോലെ തന്നെ ആത്മീയമായി, കാൽപ്പനികമായി രണ്ട് നിലക്കുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഈ ഭൂമിക്കുപരിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നിശ്ചയിക്കാൻ പോകുന്ന വാർത്ത മലക്കുകളോട് പറഞ്ഞപ്പോൾ, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കുന്നു. ഖലീഫ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പിറകിൽ മറ്റൊരാൾ എന്ന നിലക്ക്, അല്ലെങ്കിൽ ഒരു തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറ എന്ന നിലക്ക് ഭൂമിയെ അനന്തരമെടുത്ത് ജീവിക്കുന്നവർ. ആദ്യകാലത്ത് സൃഷ്ടി തന്നെ എല്ലാ കാലത്തും ഉണ്ടാവില്ല. പിന്നെയോ ഒരു തലമുറ വരും, അവർക്ക് ശേഷം മറ്റൊരു തലമുറ, ഇങ്ങനെ മറ്റൊരു തലമുറ, ഇങ്ങനെ യഖ്ലുഫു ബഅദുഹും ബഅദ, ചിലരെ അനന്തരഗാമികളാക്കി ഭൂമിയെ അനന്തരമെടുക്കുന്ന പ്രത്യേകതയാണ് ആർക്കുള്ളത്? മനുഷ്യർക്കുള്ളത്. അതുകൊണ്ടാണ് ഖലീഫ എന്ന് പറഞ്ഞത്. അല്ലാതെ അള്ളാഹിൻ്റെ പ്രതിനിധി എന്നുള്ള അർത്ഥം അത് സൂക്ഷ്മല്ല. ആ അഭിപ്രായത്തെ പലരും ശക്തമായിട്ട് നിരൂപിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂമിയിൽ ഞാനൊരു ഖലീഫയെ നിശ്ചയിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകളുടെ പ്രതികരണം, അതജ്അലു ഫീഹ മൻ യുഫ്സിദു ഫീഹ വയസ്ഫികു ദിമ, അതജ്അലു ഫീഹ, അല്ലാഹുവേ നീ ഭൂമിയിൽ നിശ്ചയിക്കുകയാണ്, മൻ യുഫ്സിദു ഫീഹ, ഭൂമിയിൽ ഫസാദ് വിതക്കുന്നവർ, ഭൂമിയിലെ നന്മകൾ, അനുഗ്രഹങ്ങളെ കേടാക്കുന്ന, അതിലെ അനുഗ്രഹങ്ങളെ കെടുത്തുന്ന, നന്മകളെ തകർക്കുന്നവരെ നീ ഭൂമിയിൽ നിശ്ചയിക്കുകയാണോ? വയസ്ഫിക്കുദ്ദീമ, രക്തം ചിന്തുന്ന. വനഹ്നു നുസബ്ബിഹു ബിഹംദിക് വനുഖദ്ദിസു ലക്,
അപ്പോൾ പടപ്പ് മനുഷ്യരെ സൃഷ്ടിക്കുന്നതിൻ്റെ ഉദ്ദേശം വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനാണ്. മലക്കുകൾ പറയാണ്, നിനക്ക് ഇബാദത്ത് എടുക്കുവാൻ, നിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുവാൻ ഞങ്ങളുണ്ട്. ഞങ്ങളാ പരിശുദ്ധി വാഴ്ത്തൽ തസ്ബീഹ് അത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, നിനക്കുള്ള തസ്ബീഹിൽ തുടരുന്നു. എന്നിരിക്കെ ഫസാദ് വിതക്കുവാൻ, രക്തം ചിന്തുവാൻ ഭൂമിയിൽ നീ മനുഷ്യനെ പടക്കുകയാണോ എന്നാണ് മലക്കുകളുടെ ചോദ്യം. അപ്പം മലക്കുകളെ പടച്ചിട്ടാൽ, മനുഷ്യരെ പടച്ചിട്ടാൽ ഈ ഭൂമിയിൽ മനുഷ്യരുടെ സ്വഭാവം എന്ത് എന്നുള്ളത് അള്ളാഹു മലക്കുകൾക്ക് ഓതിയിട്ടുണ്ടാവും. അതല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹു മലക്കുകളെ പടക്കുന്നതിന് മുമ്പ് ജിന്നുകളെ പടച്ചിട്ടുണ്ട്. മനുഷ്യരെ പോലെ തന്നെ വിധി വിലക്കുകൾ അള്ളാഹു ബാധകമാക്കിയ ഒരു വിഭാഗമാണ് ജിന്നുകൾ. അള്ളാഹു പറഞ്ഞതെന്താ? വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ വൽ ജാന്ന ഖലഖനാഹു മിൻ ഖബൽ മിൻ നാരി സമൂം. മനുഷ്യരെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല ജിന്നുകളെ പടച്ചിട്ടുണ്ട്. വൽ ജാന്ന ഖലഖനാഹു മിൻ ഖബൽ, മനുഷ്യരെ പടക്കുന്നതിന് മുമ്പ് നാം ജിന്നുകളെ പടച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു മലക്കുകളോട് ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ തന്നെ ജിന്നുകളിൽപ്പെട്ട ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ മലക്കുകൾ അള്ളാഹുവിനോട് ഭൂമിയിൽ ഫസാദ് വിതക്കുന്നവരെ നീ പടക്കുകയോ നിശ്ചയിക്കുകയോ എന്ന് ചോദിക്കാൻ കാരണം ഈ ജിന്നുകളുടെ ഫസാദ് കണ്ടിട്ടാണ്. വിലക്കുകൾ ബാധകമായ ജിന്നുകളുടെ ഫസാദ് അവരറിഞ്ഞതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു പടപ്പുകളെയാണോ നീ ഭൂമിയിൽ നിശ്ചയിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുകയുണ്ടായത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമരുളിയ ഈ ഭൂമുഖത്തെ അനുഗ്രഹം കെടുത്തുക, ഫസാദിലാക്കുക എന്നുള്ളത് മനുഷ്യരിൽ ബഹുഭൂരിഭാഗവും ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഖലീലും മാഹും, വിശ്വസിക്കുകയും സുഹൃതം പ്രവർത്തിക്കുന്നവരും വളരെ കുറവാണ്. അപ്പോൾ ഭൂരിപക്ഷം എന്താ? ഫസാദ് ഉണ്ടാക്കുന്നവരാണ്. ഇത് മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ്. അള്ളാഹു അനുഗ്രഹമരുളിയ ഈ ഭൂമിക്കുപരിയെ ഫസാദിലാക്കുക എന്നുള്ളത്. ഈ ഫസാദിന് ഒരു മുഖമല്ല. ഭൂമിയുടെ അനുഗ്രഹം കെടുത്തുവാൻ മനുഷ്യർ വർത്തിക്കുന്ന ഫസാദിന് ബഹുമുഖങ്ങളാണ്. അള്ളാഹു ഈ ഭൂമിക്കുപരിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളെ വർഷിച്ചിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെ മുഴുവൻ അനുഗ്രഹം കെടുത്തുന്ന, അതിൻ്റെ ഉപകാരത്തെ ഉപദ്രവമാക്കി മാറ്റുന്നതായ ചെയ്തികളാണ് പല മനുഷ്യന്മാരുടെയും കയ്യിലുള്ളത്. വിശ്വാസത്തെ കേടാക്കുന്നവർ, അള്ളാഹു അനുഗ്രഹിച്ചതിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹു അരുളിയതായ അവതരിപ്പിച്ചതായ യഥാർത്ഥ വിശ്വാസം. അതേപോലെ തന്നെ അംബിയാ മുർസലീങ്ങളുടെ മാതൃകാപരമായ ജീവിതം, അതിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകൾ. വിശ്വാസത്തെ കേടാക്കാൻ വേണ്ടി പണിയെടുക്കുന്നവർ മനുഷ്യരിൽ വലിയൊരു വിഭാഗമാണ്. അതേപോലെ തന്നെ സുന്നത്തുകൾ അതിനെ തമസ്കരിച്ച് ബിദ്അത്തുകൾക്ക് മാറ്റുകൂട്ടുവാൻ പണിയെടുക്കുന്നവർ വലിയൊരു വിഭാഗം മനുഷ്യരാണ്. ഇതേപോലെ അള്ളാഹു മനുഷ്യർക്കരുളിയ ബുദ്ധി, ഖൽബ്, കണ്ണ്, കാത്, കയ്യ്, കാല്, നാക്ക്, മൂക്ക്, ത്വക്ക് തുടങ്ങി എത്രയെത്ര അനുഗ്രഹങ്ങൾ. അതിനെയെല്ലാം ഫസാദിലാക്കാൻ പണിയെടുക്കുന്നത് വലിയൊരു വിഭാഗം ജനങ്ങളാണ്. അവർ ഫസാദ് വിതക്കുന്നതിന് വിവിധ മുഖങ്ങളാണുള്ളത്. ഇന്ന് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ ധാരാളമാണ്. ദൃശ്യമാധ്യമങ്ങൾ വ്യത്യസ്തമാണ്, ശ്രവ്യമാധ്യമങ്ങൾ വ്യത്യസ്തമാണ്.
ഈ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ മനുഷ്യന്മാരിൽ പലരും പണിയെടുത്തുകൊണ്ടിരിക്കുന്നതായ അവരുടെ ചെയ്തികൾ ഏറെ അപകടകരമാണ്. എന്താണ് അതിൻ്റെയൊക്കെ ഫലം? മനുഷ്യർക്ക് അള്ളാഹു നൽകിയതായ ഈ അനുഗ്രഹങ്ങളെ ഫസാദിലാക്കുക എന്നുള്ളതാണ്. തലച്ചോറിന് എന്തെല്ലാം ധർമ്മങ്ങളുണ്ട് ഉപകാരപ്രദമായ, ഈ തലച്ചോറിൻ്റെ ഉപകാരപ്രദമായ ധർമ്മങ്ങളെ മുഴുവൻ തകിടം മറിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഫസാദ്. കണ്ണിൻ്റെ ധർമ്മങ്ങൾ, കാതിൻ്റെ ധർമ്മങ്ങൾ, അതിനെയൊക്കെ കെടുത്തുക, ഫസാദിലാക്കുക എന്ന് പറഞ്ഞാൽ, അപകടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതാണ് ഫസാദ്. ഈ ഒരു വിഷയം ഇവിടെ സംസാരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേല്യരുടെ വിഷയത്തിൽ പറഞ്ഞ ഒരു അവതരണമുണ്ട് സൂറത്ത് ഇസ്രായിൻ്റെ തുടക്കത്തിൽ. അത് ഫസാദുമായി ബന്ധപ്പെട്ട് ശരിക്കും മനസ്സിലാക്കാനുള്ളതാണ്. ആ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇസ്രായിൽ പറഞ്ഞിട്ടത് അവരിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കാനാണ്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇസ്രായേല്യരുടെ വിഷയത്തിൽ? വഖദൈന ഇലാ ബനി ഇസ്രായീല ഫിൽ കിതാബി ലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈൻ വലതഅലുന്ന ഉലുവൻ കബീറ എന്നാണ്. വഖദൈന ഇലാ ബനി ഇസ്രായീൽ, ഇസ്രായേല്യർക്ക് നാം വിധിച്ചു, ഫിൽ കിതാബ് വേദത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേല്യരുടെ വിഷയത്തിൽ വേദത്തിൽ വിധിച്ച വിവരിച്ച ഒരു വിഷയമാണ് പറയുന്നത്. എന്താ? ലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈനി, ഭൂമിയിൽ നിങ്ങൾ 2 തവണ ഫസാദ് വിതക്കും. വലതഅലുന്ന ഉലുവൻ കബീറ, മാത്രമല്ല ഫസാദ് വിതക്കും ചെയ്യും, നിങ്ങൾ നന്നായി ഔദത്യം നടിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് ഇസ്രായേല്യരുടെ വിഷയത്തിൽ. ഇത് ഇസ്രായേല്യരുടെ കഥ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അവസാനം പറയുന്നത് എന്താ അറിയോ? അസാ റബ്ബുക്കും അൻ യർഹമക്കും വഇൻ ഉത്തും ഉദ്ന വജഅൽനാ ജഹന്നമ ലിൽ കാഫിരീന ഹസീറ. അത് ഇസ്രായേല്യർക്ക് മാത്രമൊന്നുമല്ല, അള്ളാഹു അവർ ഫസാദ് വിധിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഫസാദ് നിങ്ങൾ വിധിച്ചാൽ അതിന് മറുമരുന്നെന്നോണം അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അത് ചരിത്രത്തിൽ പുലർന്ന് എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വൈൻ ഉത്തും ഉദ്ന, ഫസാദിലേക്ക് ഇനി നിങ്ങൾ മടങ്ങിയാൽ ശിക്ഷയിലേക്ക് നാമും മടങ്ങും. ദുനിയാവിൽ. ആഖിറത്തിലോ വജഅൽനാ ജഹന്നമ ലിൽ കാഫിരീന ഹസീറ, അവിശ്വസിച്ചവർക്ക് നരകത്തീനെ നാം പായയാക്കിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ചൂണ്ടിയിട്ടാണ് ഇസ്രായേല്യരുടെ അവസ്ഥ നമുക്ക് പറഞ്ഞു തരുന്നത്. അതിൽ പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ്റെ ശൈലി എന്താ? വഖദൈന ഇലാ ബനി ഇസ്രായീല ഫിൽ കിതാബി ലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈൻ വലതഅലുന്ന ഉലുവൻ കബീറ. 2 തവണ നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കും, നിങ്ങൾ ഭൂമിയിൽ അഹങ്കരിച്ച് ഔദത്യം നടിച്ച് ജീവിക്കുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു പറയാണ് ഫഇദാ ജാഅ വഅദു ഊലാഹുമാ ബഅസ്നാ അലൈക്കും ഇബാദൻ ലനാ ഉലി ബഅസിൻ ശദീദിൻ ഫജാസു ഖിലാല ദിയാരി വകാന വഅദൻ മഫ്ഊല. അതിൽ ഒന്നാമത്തെ ഫസാദ് നിങ്ങൾ വിതച്ചാൽ, ഇസ്രായേല്യർ അതിൽ ഒന്നാമത്തെ ഫസാദ് വിതച്ചാൽ എന്താ? ബഅസ്ന അലൈക്കും ഇബാദൻ ലനാ ഉലി ബഅസിൻ ശദീദ്, മല്ലന്മാരായ വളരെ കെൽപ്പുറ്റ പോക്കിരികളായ ഒരു വിഭാഗം ആളുകളെ, നമ്മുടെ ദാസന്മാരെ നിങ്ങളിലേക്ക് നാം പറഞ്ഞയക്കും. ഫജാസു ഖിലാല ദിയാർ വകാന വഅദൻ മഫ്ഊല. അവരെന്ത് ചെയ്യും? അവർ ഈ ഫസാദ് വിതച്ച ആളുകളുടെ വീടുകളിലേക്ക് ഇരച്ചു കയറും. ആ വീടുകളുടെ മുക്കുമൂലകളെ തപ്പിപ്പരതുന്ന രീതിയിൽ ആ മുക്കുമൂലകളിൽ കയറി അവിടെയുള്ളത് തകർക്കുന്ന, കവർച്ച ചെയ്യുന്ന രീതിയിൽ മല്ലന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീടുകൾക്കകത്തേക്ക് നിയോഗിക്കും എന്നാണ് അള്ളാഹു പറഞ്ഞത്. എപ്പോൾ? ഇസ്രായേല്യർ ഫസാദ് വിതച്ചാൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചതായ ഈ ഭൂമിക്കുപരിയിൽ അതിൻ്റെ അനുഗ്രഹം കെടുത്തുന്ന പ്രവർത്തനങ്ങൾ അത് നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടുന്ന രീതിയിൽ ഇസ്രായേല്യരെ പിടികൂടിയതാണ് പറഞ്ഞത്.
അവരിലേക്ക് അള്ളാഹു ഒരു വിഭാഗത്താണ് കെട്ടയച്ചു വിട്ട്. ആ കെട്ടയച്ചു വിട്ടവർ ഇസ്രായേല്യരേക്കാൾ മല്ലന്മാരായിരുന്നു, ശക്തന്മാരായിരുന്നു. അവർക്ക് ചെറുക്കാൻ കഴിയാത്ത വിധം ദൃഢഗാത്രരായിരുന്നു ആ വിഭാഗം ആളുകൾ. എന്താ സംഭവിച്ചത്? ഇവരാണ് കയറി അവരുടെ ഭവനങ്ങളിലേക്ക്. എന്നിട്ട് അതിനെ തപ്പിത്തെരയുന്ന രീതിയിലായിരുന്നു ആ വിഭാഗം ആളുകൾ ഇസ്രായേല്യരുടെ ഭവനങ്ങളെ അന്വേഷിക്കുകയും അവിടങ്ങളിലേക്ക് കയറി ചെല്ലുകയും ഉണ്ടായത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. എന്നിട്ട് അല്ലാഹു പറയാണ്, സുമ്മ റദദ്നാ ലക്കുമുൽ കർറത അലൈഹിം വഅംദദ്നാകും ബിഅംവാലിൻ വബനീൻ വജഅൽനാകും അക്സറ നഫീറ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലിയർക്ക് വീണ്ടും ഒരു മടക്കം നൽകി. അവർ ചെയ്തതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടി. പിന്നെ ഒരു മടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി. അതാണ് സുമ്മ റദദ്നാ ലക്കുമുൽ കർറത അലൈഹിം. ഈ പോക്കിരികളായ മല്ലന്മാരുണ്ടല്ലോ, അവർക്കെതിരിലുള്ള ഒരു മേൽക്കോയ്മ വീണ്ടും ഇസ്രായേലിയർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. വഅംദദ്നാകും ബിഅംവാലിൻ വബനീൻ. അല്ലാഹു സമ്പത്തും സന്തതികളെയും ഒക്കെ നൽകിയിട്ട് അല്ലാഹു ഇസ്രായേലിയരെ പോഷിപ്പിച്ചു. വജഅൽനാകും അക്സറ നഫീറ. നല്ല ആൾബലം നൽകി അല്ലാഹു അവരെ പോഷിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസികും. എല്ലാവിധ അനുഗ്രഹങ്ങൾ നൽകി, സമ്പത്ത് നൽകി, സന്തതികളെയൊക്കെ നൽകിയതിന് ശേഷം അല്ലാഹു പറയാണ്, നിങ്ങൾ ഇനി ഫസാദ് ഉണ്ടാക്കാതെ സുഹൃതം പ്രവർത്തിക്കുകയാണ് എങ്കിൽ അഹ്സൻതു ലിഅൻഫുസികും, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് സുഹൃതം പ്രവർത്തിക്കുന്നത്. വഇൻ അസഅതും, നിങ്ങൾ തിന്മയാണ് ചെയ്യുന്നത് എങ്കിൽ ഫല, ആ തിന്മയുടെ ഫലവും നിങ്ങൾക്ക് തന്നെയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു. എപ്പോൾ? ആദ്യം ഒന്ന് ഫസാദ് ഉണ്ടാക്കി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തെ അവരുടെ ഭവനങ്ങളിലേക്ക് നിയോഗിച്ച് ആ ഭവനങ്ങളിൽ കയറി നിറങ്ങിയ ആ മല്ലന്മാർ ഇസ്രായേല്യരെ അവരുടെ ഫസാദിന് പാഠം പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്ത്? വീണ്ടും ഇസ്രായേല്യർക്ക് മേൽക്കോയ്മ നൽകി ഈ മല്ലന്മാർക്കെതിരിൽ. അള്ളാഹു അവർക്ക് സമ്പത്ത് നൽകി, സന്തതികളെ നൽകി, അവരെ പോഷിപ്പിച്ചു. എന്നിട്ട് അള്ളാഹു അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ സുഹൃതം പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. സുഹൃതത്തിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹീതരായി ഐശ്വര്യവാന്മാരായിട്ട് ജീവിക്കാം, അനുഗ്രഹീത ജീവിതം. അതല്ല നിങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഭാരവും ഫലവും നിങ്ങൾ തന്നെയാണ് വഹിക്കേണ്ടി വരിക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഇദാ ജാഅ വഅദുൽ ആഖിറ ലിയസൂഉ വുജൂഹക്കും വലിയദ്ഖുലുൽ മസ്ജിദ കമാ ദഖലൂഹു അവ്വല മറ വലിയുതബ്ബിറു മാ അലൂ തത്ബീറ. ഫഇദാ ജാഅ വഅദുൽ ആഖിറ, മറ്റേ വാഗ്ദാനം വന്നാൽ. ഏത് വാഗ്ദാനം? 2 തവണ ഫസാദ് ഉണ്ടാക്കുന്നതാണ്. അതിലൊരു ഫസാദ് വന്നതിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ഫസാദ് ചെയ്താൽ എന്താ ഉണ്ടാകുക? ഫസാദ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ലിയസൂഉ വുജൂഹക്കും വലിയദ്ഖുലുൽ മസ്ജിദ കമാ ദഖലൂഹു അവ്വല മറ. ഈ അക്രമികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല, മല്ലന്മാരെ മറ്റൊരിക്കൽ കൂടി നിങ്ങളുടെ മുഖം കേടാക്കാൻ, ചീത്തയാക്കുവാൻ, നിങ്ങളുടെ മാനം കെടുത്താൻ അല്ലാഹു പറഞ്ഞേക്കും. വലിയദ്ഖുലുൽ മസ്ജിദ കമാ ദഖലൂഹു അവ്വല മറ. ആദ്യ തവണ അവർ നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ പള്ളികളിലൊക്കെ പ്രവേശിച്ച് നിങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടുത്തി, നിങ്ങളുടെ ചിറകരിഞ്ഞ്, അതേപോലെ അവർ ഇനിയും പ്രവേശിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവസരം നൽകും. വലിയുതബ്ബിറു മാ അലൗ തത്ബീറ. അവരതിക്രമിച്ച് കയറി എന്തെല്ലാണോ തകർത്ത് തരിപ്പണമാക്കിയത് അതേപോലെ ഇനിയും ശത്രുക്കൾക്ക് അല്ലാഹു മേൽക്കോയ്മ നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലിയരോട് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയാണ്, അസാ റബ്ബുക്കും അൻ യർഹമക്കും. അല്ലാഹു നിങ്ങളോട് കാരുണ്യമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഫസാദ് ഉണ്ടാക്കാതെ നേരെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാൻ്റെ കാരുണ്യം വരും. വൈൻ ഒത്തും ഉദിന, നിങ്ങൾ മടങ്ങുകയാണ് എങ്കിൽ, എന്ന് പറഞ്ഞാൽ ഫസാദ് ഉണ്ടാക്കി ജീവിക്കാനാണ് നിങ്ങളുടെ മടക്കമെങ്കിൽ, ഉദിന, ശിക്ഷ കൊണ്ട് നാമും മടങ്ങും. അത് അള്ളാഹുവിൻ്റെ വാഗ്ദാനം, അത് മുന്നറിയിപ്പാണ്. ഇവിടെ ചരിത്രത്തിൽ ഇസ്രായേലിയരുടെ വിഷയം ഒരു വലിയ സംഭവമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഇസ്രായേലിയർ ഫസാദ് ഉണ്ടാക്കി. ആ ഫസാദിനാൽ അവർ അനുഭവിച്ച പരാജയങ്ങൾ, കൈപ്പുറ്റ ജീവിതങ്ങൾ, അത്തുറുഖുൽ ഹുക്മിയ എന്ന് പറഞ്ഞിട്ട് ഇബ്നുൽ ഖയ്യിമിനൊരു കിതാബുണ്ട്. വളരെ
പ്രസിദ്ധമായൊരു ഗ്രന്ഥമാണ്, വളരെ ആശയസമ്പുഷ്ടമായ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അസ്കറുടെ ആൾക്കൂട്ടം പിന്നെ സമുദ്രം കടന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം സൈനായിലേക്ക് എത്തിയിട്ട് തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ആ ആൾക്കൂട്ടത്തിൽ വേശ്യകൾ ഇറങ്ങി അവിടെയുള്ള പുരുഷന്മാരുടെ ദീന് അവർ വിലക്ക് വാങ്ങിയ ചരിത്രം പറയുന്നുണ്ട് ഇസ്രായേലിയരെ സംബന്ധിച്ചിടത്തോളം. എന്താ സംഭവിച്ചത്? ഇബ്നുൽ ഖയ്യിം കുറേ മുഫസ്സിരീങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ ഒരു മാറാവ്യാധി, ഒരു മഹാരോഗം പരത്തി. ഒരു ദിവസം 70,000 ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ്. ഒരു ദിവസം 70,000 ആളുകൾ. എന്തേ കാരണം? അത് ഈ സ്ത്രീകളുടെ നിരങ്ങലിൽ ദീൻ പോയി ഫസാദ് പരന്ന് അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങി ഇസ്രായേല്യരിൽ ഈ വിധം ഒരു കടുത്ത പരീക്ഷണം വേട്ടയാടി എന്നുള്ളതാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇസ്രായേല്യരുടെ ഈ ഫസാദിൻ്റെ ഊക്ക് കാരണത്താൽ ചരിത്രത്തിൽ ഗാലിയോത്ത് എന്ന പേരിൽ പറയപ്പെടുന്ന ജാലൂത്ത്, അയാളുടെ ആക്രമണവും മേൽക്കോയ്മയും ഇസ്രായേല്യരെ അവരുടെ സ്വാധീനം നഷ്ടപ്പെടുത്തി, അവരുടെ മേൽക്കോയ്മ നഷ്ടപ്പെടുത്തി, അവർക്കുണ്ടായിരുന്ന വിലപ്പെട്ടത് മുഴുവൻ അവർക്ക് നഷ്ടപ്പെടുത്തി. അതേപോലെ തന്നെ ബഖ്തൻസർ എന്ന് പറയുന്ന നബൂഖത് നസ്സർ എന്ന പേരിൽ ചരിത്രത്തിൽ പറയപ്പെടുന്ന ഒരു ഭരണാധികാരിയുടെ അരങ്ങേറ്റം ഇസ്രായേല്യരുടെ എല്ലാം അവർക്ക് നഷ്ടപ്പെടുകയും അവർ വളരെയധികം മനസ്സിൽ കൊണ്ടു നടന്നിരുന്നതായ അവരുടെ അൽ അർദുൽ മുഖദ്ദസത്ത്, വിശുദ്ധ ഭൂമി അവർക്ക് നഷ്ടപ്പെടുകയും അവർ പാവനമായി കൊണ്ടു നടന്നിരുന്നതായ കുറേ വസ്തുക്കൾ ഉണ്ടായിരുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പെട്ടകം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വടി, അതേപോലെ തന്നെ തൗറാത്തിൻ്റെ ചില ഭാഗങ്ങൾ, അതാണ് താബൂത്ത് എന്ന പേരിൽ പിന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ താബൂത്തും അതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ. ഇത് എത്ര ഓമനയിൽ ആദരപൂർവ്വം സൂക്ഷിച്ചു കൊണ്ടുനടന്നിരുന്നതാണ് ഇസ്രായേല്യർ. ആ ഇസ്രായേല്യർക്ക് ഇതൊക്കെ നഷ്ടപ്പെടുകയുണ്ടായി. ഫലസ്തീനാകുന്ന മല്ലന്മാരും ശക്തന്മാരുമായ ആളുകൾ എന്ത് ചെയ്ത് ഇവരുടെ മേൽക്കോയ്മ നേടിയിട്ട് അവരെ മാനം കെടുത്തുകയും അതേപോലെ തന്നെ അവരുടെ ഭവനങ്ങളെ കൊള്ളയടിക്കുകയും അതേപോലെ തന്നെ അവർക്കുള്ള സ്വാധീനം നഷ്ടപ്പെടുത്തുകയും പല ഇസ്രായേല്യരെയും വിശുദ്ധ ഭൂമിയിൽ നിന്നും മറ്റും അവരെ നാട് കടത്തുകയും. പേർഷ്യയിൽ യഹൂദിയ എന്ന പേരിലൊരു നാടുണ്ട്. പേർഷ്യയിൽ യഹൂദിയ. പേർഷ്യ എവിടെ? ഇസ്രായേല്യർ അന്നത്തെ പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്. അതിങ്ങ് പടിഞ്ഞാറാണ്, ഏഷ്യ മൈനറിനോടടുത്ത്, മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗത്ത്, ആ ഭാഗത്താണ് ഇപ്പം ഇന്നത്തെ ഫലസ്തീൻ ഭാഗം. യഹൂദിയ എവിടെ? യഹൂദിയ ഇന്നത്തെ ഇറാനിലാണ്. യഹൂദിയത്ത് അസ്ബഹാൻ. സൽമാൻ അൽ ഫാരിസിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ സൽമാൻ അൽ ഫാരിസി അദ്ദേഹം അസ്ബഹാനിലെ ജയ് ഗോത്രക്കാരനാണ്, അല്ലെങ്കിൽ ജയ് എന്ന പേരിലൊരു നാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ നാട് അസ്ബഹാനിലെ യഹൂദിയയിലാണ് എന്ന് കാണാൻ സാധിക്കും. ഈ യഹൂദിയ എന്താ? യഹൂദിയ എന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പം നമ്മൾ ആഫ്രിക്കയുടെ ചരിത്രം വായിക്കുമ്പോൾ കാണാം, ആഫ്രിക്കയിൽ നിന്ന് കുറേ അടിമകളെ യൂറോപ്യർ പിടിച്ചുകൊണ്ടിട്ട് അവിടെ അടിമകളാക്കി വിൽക്കുകയും നിരങ്ങുകയും ചെയ്തിരുന്ന യൂറോപ്യരുടെ സുവർണ ചരിത്രം പറയപ്പെടാറുണ്ട്. പിന്നെ ഇതേപോലെ അന്നത്തെ ഫലസ്തീനയുടെ ചരിത്രമാണ്. ഈ ജൂതന്മാരെ, ഇസ്രായേല്യരെ നാട് കടത്തിയിട്ട് അവരെ പാർപ്പിച്ചിരുന്നത് പേർഷ്യയിലാണ്. അടിമകളെപ്പോലെ വളരെ മോശമായ ജീവിതമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇറാഖിലെ ബാബിലോണിയയിൽ യഹൂദന്മാരെ ചരിത്രം കാണാം. ബാബിലോണിയയും യഹൂദന്മാരും ബന്ധമല്ല, പക്ഷേ ഈ യഹൂദന്മാരെ ബാബിലോണിയയിലേക്ക് നാട് കടത്തിയതാണ്. അവരുടെ നാട്ടിൽ നിന്ന് പെറുക്കി മറുനാട്ടിൽ കൊണ്ടുപോയി തള്ളി അവർക്ക് വളരെ മോശമായ ജീവിതമാണ് സമ്മാനിച്ചത്. കാരണം അത് അവരുടെ ഫസാദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയതായ മുന്നറിയിപ്പും താക്കീതുമാണ്. അഡോൾഫ് ഹിറ്റ്ലറുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മളെന്താ വായിക്കണത്? യഹൂദന്മാരെ, ഇസ്രായേല്യരെ വളരെ മോശമായി, ഹീനമായ രീതിയിൽ കൊന്നൊടുക്കിയതാണ്, ചുട്ടുകരിച്ചതാണ്. ഒരു പിടി ഇസ്രായേല്യരെ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ചുട്ടുകൊന്നു ഹിറ്റ്ലർ. ഒരു പിടി ബാക്കി വെച്ചത് എന്തിന് എന്ന് ഹിറ്റ്ലർ തന്നെ ചോദിക്കുന്നുണ്ട് ലോകരോട്. ഞാൻ എന്തിനാ ഒരു പിടി ആളുകളെ കൊല്ലാതിട്ടത്? അത് ഹിറ്റ്ലർ പറഞ്ഞ മറുപടി, ഇവരെ ഞാൻ കൊല്ലാതെ വെച്ചത്
ഭാവി തലമുറ ചരിത്രം വായിക്കണം, ഇവരെ ഞാൻ എന്തിനാണ് കൊന്നത് എന്നുള്ളത്. ഈ ശേഷിക്കുന്ന ആളുകൾ പറയും, എന്ത് ഇവർ കൊല്ലപ്പെടേണ്ടവരാണോ അതല്ല ജീവിക്കാൻ സമ്മതിക്കേണ്ടവരാണോ? ഹീനമായ രീതിയിലാണ് ഹിറ്റ്ലർ കൊന്നത്. ഹിറ്റ്ലർ ശേഷിപ്പിച്ച ആളുകളുടെ ചെയ്തികൾ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. അവരെയും കൂടി ഹിറ്റ്ലർ കൊന്നിരുന്നെങ്കിൽ എന്ന് ലോകം ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഹിറ്റ്ലർ ഞാൻ ഇവരെ കൊന്നതിലൊരു അക്രമിയല്ല എന്നുള്ളത് ലോകം പറയാനാണ് ഞാൻ ഇവരെ ബാക്കി വെച്ചത് എന്നാണ് പറഞ്ഞത്. അതേപോലെ ഹീനമായ രീതിയിൽ. എന്തേ കാരണം? ഇസ്രായേലിയരുടെ ഫസാദാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി വന്നു. എന്താ യഹൂദന്മാർക്ക് സംഭവിച്ചത്, ഇസ്രായേലിയർക്ക് സംഭവിച്ചത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ അന്ന് യഹൂദരുടെ അവസ്ഥ എന്താ? യഹൂദർ അവരുടെ വിശുദ്ധ ഭൂമിയിൽ നിന്ന് പലായനം ചെയ്തവരാണ്. തിരുനബി വന്നപ്പോൾ ഖൈബറിൽ യഹൂദരുണ്ട്, യസ്രിബ് എന്ന് പറയുന്ന മദീനയിൽ യഹൂദന്മാരുണ്ട്, തൈമായിലുണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ, ഫതക് കുറേ സ്ഥലങ്ങളിൽ യഹൂദന്മാർ ഉണ്ട്. ഈ അറേബ്യൻ ഉപദ്വീപിൻ്റെ മണലാരണ്യത്തിൽ ഛിന്ന ഭിന്നമായിട്ടായിരുന്നു ജൂതന്മാരുണ്ടായിരുന്നത്. എങ്ങനെ ജൂതന്മാർ ഈ അറേബ്യൻ ഉപദ്വീപിൻ്റെ മരിപ്പറമ്പിൽ എത്തിപ്പെട്ടത്? അവർക്ക് അവരുടെ നാട്ടിൽ സ്വൈര്യം ഉണ്ടായിരുന്നില്ല, അവരുടെ നാട്ടിൽ അവർക്ക് സുസ്ഥിതി ഉണ്ടായിരുന്നില്ല, അവരുടെ നാട്ടിൽ നിർഭയത്വം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പലായനം ചെയ്തതാ. എന്തേ അവർക്ക് നിർഭയത്വം ഇല്ലാതിരുന്നത്? എന്തേ അവർക്ക് സമാധാനം പോയത്? അവരുടെ ഫസാദാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫൈദാ ജാ വഅദുൽ ആഖിറ ലിയസൂഉ വജൂഹക്കും വലിയദ്ഖുലുൽ മസ്ജിദ കമാ ദഖലൂഹു അവ്വല മറ വലിയുതബ്ബിറു മാ അലൗ തത്ബീറ അസാ റബ്ബുക്കും അൻ യർഹമക്കും വഇൻ ഉത്തും ഉദ്ന. നിങ്ങൾ ഫസാദിലേക്ക് മടങ്ങിയിട്ടുണ്ട് എങ്കിൽ ഉദ്ന, മാനം കെടുത്തുന്ന, മുഖം കെടുത്തുന്ന അപമാനത്തിൻ്റെ ശിക്ഷയിലേക്ക് നാമും മടങ്ങും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നോക്കി നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ അവിടെ മദീനക്കകത്ത് ബനു ഖൈനുഖ ജൂതഗോത്രം, മദീനയുടെ പുറത്ത് ബനു നദീർ ജൂതഗോത്രവും ബനു ഖുറൈള ജൂതഗോത്രവും. എന്താ ഈ മൂന്ന് ജൂതഗോത്രങ്ങൾക്ക് മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നപ്പോൾ തന്നെ ഹറാമാക്കപ്പെട്ടതാ? അല്ല. പിന്നെയോ, മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നു. ജൂതന്മാർ പ്രശ്നമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നതിൽ പിന്നെ മദീനക്കാരുമായിട്ട് കരാറുണ്ടാക്കി. ജൂതന്മാരുടെ മേൽ ബാധ്യതയായത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മുസ്ലിമീങ്ങളുടെയും മേൽ ബാധ്യതയായിട്ടുള്ളത് എന്താണ്? രണ്ടു കൂട്ടരും പൊരുത്തപ്പെട്ട് മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ എന്ത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനക്കാരുമായിട്ട് ജൂതന്മാരുമായിട്ട് ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ജൂതന്മാർ അവർ ഇസ്ലാഹിൻ്റെയോ ഇസ്ലാഹിൻ്റെ ആളുകളല്ല, നന്മ പരത്തുന്ന നന്മയുടെ ആളുകളല്ല. അവരെപ്പോഴും ഫസാദിൻ്റെയും ഇഫ്സാദിൻ്റെയും ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് ഫസാദ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ബനു ഖൈനുഖ അവർ കച്ചവടക്കാരായിരുന്നു. എങ്ങനെയാണ് അവരുടെ കച്ചവടം? അവരുടെ കച്ചവടം മുസ്ലിമീങ്ങളെ ചൂഷണം ചെയ്തും മദീനയിലുണ്ടായിരുന്ന അൻസാരികളെ, ഖസ്റജ്, ഔസ് ഗോത്രങ്ങളെ ചൂഷണം ചെയ്തും അവരെ തമ്മിൽ ഭിന്നിപ്പിച്ചും, ഡിവൈഡ് ആൻഡ് റൂൾ. പിന്നെയോ കൈക്കൂലി, പലിശ. ഇതായിരുന്നു ബനു ഖൈനുഖാവിൻ്റെ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പോയി. 300 ചില്ലാന സഹാബികളെയും കൊണ്ടാണ് ബദറിലേക്ക് പോയത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലില്ല, ബദറിലാണ് എന്നുള്ള വാർത്ത അറിഞ്ഞു. ബദറിൽ മുശ്രിക്കുകളുമായിട്ടുള്ള ഏറ്റുമുട്ടലാണെന്ന് അറിഞ്ഞ ഉടനെ മദീനയിൽ വാർത്ത പരത്തി, മുഹമ്മദും കൂട്ടരും ഇനി തിരിച്ചു വരില്ല, നിരായുധരാണ് പോയിട്ടുള്ളത്, അവിടെ സർവായുധരായിട്ടുള്ള അബൂജഹലിനോടും കൂട്ടരാണ് ഏറ്റുമുട്ടുന്നത്. ആ വാർത്ത പരത്തി മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്താൻ ഒന്ന്. മാത്രമല്ല, ഈ അവസരം മുതലെടുത്തിട്ട് അവർ മുസ്ലിമീങ്ങൾക്കിടയിൽ തമ്മിൽ തല്ലിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഒരു അൻസാരി മഹദിയെ മാനം കെടുത്തുന്ന പ്രവൃത്തി അവർ നടത്തി. അവരുടെ നഗ്നത വെളിപ്പെടുന്ന രീതിയിൽ അവരുടെ സൂക്കിൽ, മാർക്കറ്റിൽ ബനു ഖൈനുഖ ജൂതന്മാർ ചില ഏർപ്പാടുകൾ ചെയ്തു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയശ്രീലാളിതനായി ബദറിൽ നിന്ന് മടങ്ങിയതിൻ്റെ തുടർന്നുള്ള നാളുകളിൽ ബനു ഖൈനുഖ എന്ന് പറയുന്ന ജൂതഗോത്രത്തെ മദീനയിൽ നിന്ന് നാട് കടത്തിയത്.
അവരെ മദീനത്ത് നാട് കടത്തി. നോക്കി നിങ്ങൾ, എന്തേ കാരണം? അത് അവരുടെ ഫസാദിൻ്റെ ഫലമാണ്. ഇതേപോലെ ബനു ഖുറൈദയും ബനു നദീറും ജൂതഗോത്രങ്ങൾ അവർ മദീനയിൽ നിന്ന് നാട് കടത്തപ്പെട്ട് എവിടേക്ക്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ മദീനയിൽ നിന്ന് ഖൈബറിലേക്ക്, മദീനയിൽ നിന്ന് അതേപോലെ തന്നെ സിറിയയിലേക്ക് ഒക്കെ നാട് കടത്തപ്പെട്ട്. എന്തേ കാരണം? അതിൻ്റെ കാരണം അവരുടെ ഫസാദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജൂതന്മാരും നല്ല ഉടമ്പടികളിലായിരുന്നു മദീനയിലുണ്ടായിരുന്നത്. പക്ഷേ ജൂതന്മാർ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കുവാനുള്ള ഹീനശ്രമങ്ങൾ പലതും നടത്തി. അതേപോലെ തന്നെ മുശ്രിക്കീങ്ങൾക്ക് മുസ്ലിമീങ്ങളെ ഒറ്റുകൊടുക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി. ബനു നദീറിനെ റസൂലുള്ളാഹി നാട് കടത്തി. പിന്നീട് ബനു ഖുറൈളയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെയ്തി അല്പം കൂടി ദുഷ്ടമായിരുന്നു. അവരുടെ ഫസാദിന് കുറച്ചുകൂടി വെളിപ്പായിരുന്നു. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരാറിൽ, ശത്രുക്കൾക്കെതിരിൽ റസൂലുള്ളാഹിനോട് കരാർ. അവർ വസിച്ചിരുന്നത് മദീനയുടെ തെക്ക് ഭാഗത്താണ്. അവിടെ ഈത്തപ്പനത്തോട്ടങ്ങളാണ്. ഇന്നത്തെ കുബാ പള്ളി സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങൾ ഈത്തപ്പനത്തോട്ടങ്ങളാണ്, കൃഷിയിടങ്ങളാണ്. പിന്നെ ബനു ഖുറൈള ജൂതഗോത്രവുമാണ്. ജൂതഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ കരാറിലാണ്, സഖ്യത്തിലാണ്. സഖ്യത്തിലായിട്ടുണ്ട് എങ്കിൽ എന്താ പ്രത്യേകത? സഖ്യത്തിലായിട്ടുണ്ട് എങ്കിൽ അവരൊരിക്കലും ശത്രുവിനെ സഹായിക്കൂല. തങ്ങളുടെ സഖ്യത്തിലുള്ളവരെ ആക്രമിക്കാൻ ആരെങ്കിലും വരുന്നുണ്ട് എങ്കിൽ ഇവരെന്ത് ചെയ്യും? അവരെ ചെറുക്കും, സഖ്യത്തിലായവരെ സംരക്ഷിക്കുകയും ചെയ്യും. അതാണല്ലോ അതിൻ്റെ നിയമം. ഈ ബനു ഖുറൈള ഗോത്രം എന്താ ചെയ്തത്? ഖൈബറിലേക്ക് നാട് കടത്തപ്പെട്ട ബനു നദീറിൻ്റെ ആളുകൾ ജസീറത്തുൽ അറബിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ട് എന്ത് ചെയ്തു? മുസ്ലിമീങ്ങൾക്കെതിരിൽ ഒരു സഖ്യസേനയെ സ്വരൂപിച്ചു. ഖുറൈശികളെ ചെന്ന് കണ്ട്, പല അറേബ്യൻ ഗോത്രങ്ങളെയും ചെന്ന് കണ്ട്, എന്നിട്ടൊരു വലിയ സൈന്യം. ഖൈബറിൽ വിളയുന്ന കാരക്കകളുടെ വലിയൊരു വിഹിതം അവർ ഈ മുശ്രിക്കുകൾക്കും മറ്റു റസൂലുള്ളാഹിൻ്റെ ശത്രുക്കൾക്കും കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവരെ ഒന്നിപ്പിച്ചത് ജൂതഗോത്രം. എന്നതിൽ പിന്നെ അവർ അഹ്സാബിനെ ഒരുക്കി, സഖ്യസേനയെ ഒരുക്കിയിട്ട് 10,000 വരുന്ന ആളുകൾ മദീനയെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. അതാണ് ഖന്തഖ് യുദ്ധം, അഹ്സാബ് യുദ്ധം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് കൂടിയാലോചിച്ച് എന്ത് ചെയ്യും? നമുക്ക് പരിചയമില്ലാത്ത ഒരു സൈന്യമാണ് ഈ വരുന്നത്, അറിവിൽപ്പെട്ടതിൽ ഏറ്റവും വലിയ സൈന്യം, എന്ത് ചെയ്യും? അപ്പോഴാണ് സൽമാൻ അൽ ഫാരിസി മദീനയുടെ വടക്ക് ഭാഗം കിടങ്ങ് കീറിയിട്ട് അവർ ഉപരോധിക്കുവാനുള്ള ഐഡിയ പറയുന്നത്. അങ്ങനെ റസൂലുള്ളാഹി നോക്കി മദീനയുടെ ഭൂമിശാസ്ത്ര ഘടനയിൽ മദീനയുടെ കിഴക്ക് ഭാഗം ഹാറയാണ്, കറുത്ത കല്ലുകൾ പാകപ്പെട്ട സ്ഥലമാണ്, അതിലൂടെ സൈന്യത്തിന് വരാൻ പറ്റൂല. പടിഞ്ഞാറ് ഭാഗവും അങ്ങനെ തന്നെയാണ്, ഹാറയാണ്, ഹാറ ഷർഖിയയും ഹാറൽ ഗർബിയയും. പിന്നെ കിഴക്ക് ഭാഗവും വടക്ക് ഭാഗമുള്ളത്. കിഴക്ക് ഭാഗം കൃഷിയിടങ്ങളുമാണ്, ബനു ഖുറൈള ജൂതഗോത്രമാണ്. അപ്പോൾ ആ ഭാഗം അവർ സംരക്ഷിക്കും, ആ ഭാഗം. പിന്നെ വടക്ക് ഭാഗമാണ്, അത് നോക്കിയാൽ മതി. അതെന്ത് ചെയ്ത്? കിടങ്ങ് കീറിയിട്ട് അങ്ങനെ ശത്രുവിനെ ഉപരോധിച്ചു. ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങളെന്തായിരിക്കും അപ്പോൾ ആ മദീനയുടെ അവസ്ഥ? ഈ കിടങ്ങ് കീറുന്ന അവസരത്തിൽ മുസ്ലിമീങ്ങളുടെ ഭൗതികമായ കോപ്പ് എന്താണ്? അവരുടെ സാമ്പത്തിക അവസ്ഥ എന്താണ്? റസൂലുള്ളാഹി 2 കല്ല് തൻ്റെ വയറ്റിൽ കെട്ടിവെച്ചിട്ടാണ് കിടങ്ങ് കുഴിക്കാൻ വേണ്ടിയിട്ട് പങ്കെടുത്തതെന്ന് പറയുമ്പോൾ എന്താണ് ഓരോ വീടുകളിലെയും വകുപ്പ്? ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്ന അല്പം ഭക്ഷണം, അതുകൊണ്ട് അവർ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് ചെറിയൊരു ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ മറ്റു മുസ്ലിമീങ്ങൾ മുഴുവൻ പട്ടിണിയിലാണ് ഈ കിടങ്ങ് ഒഴിക്കുന്നത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബിയിലൂടെ മുഅ്ജിസത്തിലൂടെ എന്ത് ചെയ്തത്? ആ ഭക്ഷണത്തെ പോഷിപ്പിച്ചത്. കേടുവന്ന പയർ വെള്ളത്തിൽ കുതിർത്തി അത് വായയിലേക്കിടുമ്പോൾ മണപ്പകർച്ചയാലും ചോപ്പകർച്ചയാലും തുപ്പാൻ തോന്നും, പക്ഷെ വിശപ്പ് കാരണത്താൽ തുപ്പാൻ തോന്നില്ല. അങ്ങനെ അവർ വിശപ്പിൻ്റെ കാഠിന്യത്താൽ അത് കണ്ണ് ചിമ്മി ഇറക്കിക്കൊണ്ടായിരുന്നു അവരുടെ ആ അവസ്ഥ. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ ബനു ഖുറൈള ജൂതഗോത്രം എന്താ ചെയ്തത്? ഇത് വടക്ക് ഭാഗം കിടങ്ങ് കുഴിച്ച് പ്രതിരോധിച്ച്. അപ്പോൾ ബനു ഖുറൈള എന്ത് ചെയ്ത്? അവർ റസൂലുള്ളാഹിക്ക് വിവരം കൊടുത്ത് ഞങ്ങൾ നിങ്ങളുമായിട്ടുള്ള സഖ്യം ലംഘിച്ചിരിക്കുന്നു, കരാർ ലംഘിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ആ ഭാഗത്തു കൂടി ഇനി ശത്രുക്കൾക്ക് വരാം എന്നുള്ള മൂകാനുമതിയാണ്.
അതുകൊണ്ടാണ് ഹദീസിൽ വിശുദ്ധ ഖുർആനിൽ പറയുന്നത് വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, വിശ്വാസികളുടെ കൽബുകൾ അത് തൊണ്ടക്കുഴിയിലേക്ക് ഉയർന്നതാണ്. ഹൃദയം ഇവിടുന്ന് പൊന്തി പേടി കൊണ്ട്. വസുൽസിലു സിൽസാലൻ ശദീദ, കിടുകിട വിറപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ. ഇതാണ് ജൂതന്മാരുടെ ഫസാദ്. എന്താ സംഭവിച്ചത്? ആ ഫസാദിനവർ നിന്യത, അപമാനം, വിലക്ക് വാങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അപമാനം കൊടുത്തത്. അവരിലെ പുരുഷന്മാരെ വധിക്കുവാനുള്ള ശിക്ഷാവിധി അവരംഗീകരിക്കുന്ന നേതാവാണ് കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധിച്ചിട്ടില്ല, അള്ളാഹു ഒരു വിധിയും അവതരിപ്പിച്ചിട്ടില്ല ഈ ചതിയന്മാരെ എന്ത് ചെയ്യണമെന്ന വിഷയത്തിൽ. പിന്നെയോ അവർ പറഞ്ഞു, സഅദ് ബിൻ മുആദ് എന്തൊരു വിധിയാണ് പറയുന്നത്, ആ വിധി ഞങ്ങൾ അംഗീകരിക്കും. സഅദ് ബിൻ മുആദ് ബനു ഔസ് ഗോത്രക്കാരനാണ്. അവരും ഈ ബനു ഖുറൈള ജൂതഗോത്രവും അറിയപ്പെട്ടവരാണ്. അതുകൊണ്ട് സഅദ് ബിൻ മുആദിനെ നന്നായി അറിയുന്ന, അടുത്തറിയുന്നതായ ബനു ഖുറൈള ജൂതഗോത്രം സഅദ് എന്ത് വിധിച്ചാലും ഞങ്ങളത് തീരുമാനിക്കുന്നതാണ്. സഅദ് പറഞ്ഞ് അവരിൽ ആണുങ്ങളെ കഥ കഴിക്കാൻ, സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളായിട്ട് സ്വീകരിക്കാൻ, സ്വത്ത് കണ്ടുകെട്ടാൻ വിധിച്ചു. അങ്ങനെയുള്ള ഒരു ഹീനമായ ശിക്ഷയാണ് ബനു ഖുറൈള ജൂതഗോത്രത്തിന് കിട്ടിയത്. ഫസാദ് വിതച്ചാൽ ആ ഫസാദിൻ്റെ ഫലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലിയരോട് പറഞ്ഞു, ഫഇൻ ഉത്തും ഉദിന, നിങ്ങൾ ഫസാദിലേക്ക് മടങ്ങിയാൽ നാമും ശിക്ഷയിലേക്ക് മടങ്ങും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് ഈ ദുനിയാവിൽ. ഇത് ജൂതന്മാരോട് മാത്രമുള്ളതല്ല, ഇത് ഇസ്രായേലിയരോട് മാത്രമുള്ളതല്ല. പിന്നെയോ ഇത് ഇസ്രായേലിയരുടെ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തിട്ടതും അതിൻ്റെ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നതും. ഫസാദ് ആരൊക്കെയാണ് ഉണ്ടാക്കുന്നത്? അവരൊക്കെ ഈ ഫസാദിൻ്റെ കൈപ്പുറ്റ ഭാവി ആസ്വദിക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കാനാണ്. അത് ഈ ദുനിയാവിൽ തന്നെ, ഈ ദുനിയാവിൽ തന്നെ. നാളെ ആഖിറത്തിലോ? ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വജഅൽന ജഹന്നമ ലിൽ കാഫിരീന ഹസീറ എന്നാണ്. അവിശ്വാസികൾക്ക് അല്ലാഹു ജഹന്നമിനെ, നരകത്തീയിനെ പായയാക്കിയിരിക്കുന്നു എന്നാണ്. നരകം അല്ലാഹു ഒരുക്കിയപ്പോൾ അല്ലാഹു നരകത്തിൽ വിരി ഉണ്ടാക്കിയിട്ടുണ്ട്, പൊതയുണ്ടാക്കിയിട്ടുണ്ട്, അവിടെ വസ്ത്രം ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ വെള്ളമുണ്ട്, അവിടെ ഭക്ഷണമുണ്ട്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും നിശ്ചയിച്ചതും ആയിരിക്കാം. എന്താ അവിടുത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകത? അവിടുത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകത വസുഖൂ മാഅൻ ഹമീമ ഫഖത്തഅ അംആഹു, ചുടുവെള്ളം കുടിക്കാൻ കൊടുക്കും, അതവരുടെ കുടലുകളെ മുറിച്ച് കളയും. അത്ര ചൂട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവിടുത്തെ വസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്താ? വല്ലദീന കഫറു ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ, അവിശ്വാസികൾക്ക് തീയിനാലുള്ള വസ്ത്രം മുറിച്ചു കൊടുക്കുന്നതാണ്. അപ്പം മീറ്ററിൽ മുറിക്കും, പക്ഷെ അത് തീയിൻ്റെ വസ്ത്രമായിരിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ലഹും മിൻ ജഹന്നമ മിഹാദും വമിൻ ഫൗഖിഹിം ഗവാഷ്, നരകത്തിൽ നല്ല മെത്തുണ്ട്, കിടക്കാൻ വിരിപ്പുണ്ട്, പക്ഷെ അത് ജഹന്നമിൻ്റെ വിരിപ്പാ, തീയിൻ്റെ വിരിപ്പാ. വമിൻ ഫൗഖിഹിം ഗവാഷ്, പൊതക്കാൻ പൊതയുണ്ട്, പക്ഷെ അതും തീയിൻ്റെ പൊതയാണ്. അപ്പോൾ ഈ ജഹന്നമിനെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളത് ഫസാദിൻ്റെ ആളുകൾക്കാണ്. അതൊരു ഇസ്രായേലിയരുടെ മാത്രം വിശേഷമല്ല. ആരൊക്കെ ഫസാദിന് കൊടിയെന്തുന്നോ അവർക്കൊക്കെ ഉള്ളതാണ്. ഫസാദിന് പല മുഖങ്ങളാണ് നമ്മൾ പറഞ്ഞ്. മനുഷ്യന്മാരുടെ വിശ്വാസം അതിനെ കേടാക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യന്മാരുടെ കർമ്മങ്ങൾ കേടാക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യന്മാരുടെ സ്വഭാവങ്ങളെ ദുഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യന്മാരുടെ തലച്ചോറ് എരപ്പാക്കാൻ വേണ്ടി, മനുഷ്യന്മാരുടെ കണ്ണും കാതുമൊക്കെ കേടാക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. പല സൈറ്റുകളുടെയും അവസ്ഥ എന്താണ്? ഇൻ്റർനെറ്റിൽ പല കോളങ്ങളുടെയും അവസ്ഥ എന്താണ്? ദൃശ്യമായിട്ട് മനുഷ്യന്മാർക്ക് കാണാവുന്ന രംഗങ്ങൾ, അതേപോലെ തന്നെ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദങ്ങൾ പാസ് ചെയ്യുന്ന ആളുകളില്ലേ, കൈമാറുന്നവരില്ലേ, അത് പരത്തുന്നവരില്ലേ. ഒരു രംഗം അത് ഞൊടിയുടെ നേരം കൊണ്ടാണ് ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക്, ലക്ഷങ്ങളിലേക്ക് പായണത്. ഖബർ ശിക്ഷയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന വ്യക്തി തിരുനബി കാണുകയാണ്, അയാളുടെ വായ ഇരുമ്പിൻ്റെ കൊളുത്തുകൾ കൊണ്ട് പിളർത്തുകയാണ്, അത് ചെന്നി വരെ. അയാളുടെ മൂക്ക്
ഇരുമ്പിൻ്റെ കൊളുത്തുകൾ കൊണ്ട് പിളർക്കുകയാണ് ചെന്നി വരെ. അതേപോലെ കണ്ണും രക്തം വലിക്കുന്നുണ്ട്. ഈ മുറി കൂടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കും എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, എന്തിനാ ഇയാൾ ഇങ്ങനെ ശിക്ഷിക്കപ്പെടാൻ കാരണം? അപ്പോൾ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കാന യക്ദിബുൽ കദിബ ഫതബ്ലുഗുൽ ആഫാഖ്. ഒരു കളവ് പറയും അയാൾ, ആ കളവ് ചക്രവാളം മുട്ടുമായിരുന്നു. അത് അന്ന് എങ്ങനെയാണെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സത്യമാണെന്നുള്ളത് ഉറപ്പാ. ഇന്ന് അതെങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. മനസ്സിലായി? ഒരു കളവ് എഴുതിയിട്ട് അത് ഒന്ന് വിരൽ മുടിച്ചാൽ മതി, ഒന്ന് വിരൽ തൊട്ടാൽ മതി. അതെന്തായി? അത് ചക്രവാളം മുട്ടെ പരക്കായി. ആ കളവ് അല്ലെങ്കിൽ ആ നീചവൃത്തി, ആ അരുതായ്മ, ആ വൃത്തികേടിൻ്റെ വെളിപ്പിൻ്റെ രംഗം അതെന്തായി? അത് പരക്കുകയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറയുന്നത്, وَمِنَ النَّاسِ مَن يُعْجِبُكَ قَوْلُهُ فِي الْحَيَاةِ الدُّنْيَا وَيُشْهِدُ اللَّهَ عَلَى مَا فِي قَلْبِهِ وَهُوَ أَلَدُّ الْخِصَامِ وَإِذَا تَوَلَّى سَعَىٰ فِي الْأَرْضِ لِيُفْسِدَ فِيهَا وَيُهْلِكَ الْحَرْثَ وَالنَّسْلَ وَاللَّهُ لَا يُحِبُّ الْفَسَادَ. وَمِنَ النَّاسِ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ലോകത്ത് അയാളുടെ സംസാരം നിന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ചില ആളുകൾ. വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫി ഖൽബി, അയാൾ വാചാലനാകുമ്പോൾ തൻ്റെ ഹൃദയത്തിലുള്ളത് എന്ത് എന്നുള്ളത് അയാൾ അള്ളാഹുവിൽ ആണയിട്ട് അള്ളാഹുവിനെ സാക്ഷിയാക്കിയിട്ട് പറയും. വഹുവ അലദ്ദുൽ ഖിസാം, യഥാർത്ഥത്തിൽ അയാൾ അങ്ങേയറ്റത്തെ കുതർക്കിയാണ്. വഇദാ തവല്ലാ സആ ഫിൽ അർദ് ലിയുഫ്സിദ ഫിഹാ, കപടവിശ്വാസികളെ കുറിച്ച് പറയാണ്. അവർ സദസ്സിൽ നിന്ന് നീങ്ങിയാൽ സആ ഫിൽ അർദ്, ഭൂമിയിൽ പണിയെടുക്കും, ലിയുഫ്സിദ ഫിഹാ, ഭൂമിയിൽ ഫസാദ് വിതക്കുവാൻ, വയുഹ്ലികൽ ഹർസ വന്നസ്ൽ, കൃഷി അതേപോലെ തന്നെ സന്തതികൾ, തലമുറ, ഇവകളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവൻ പണിയെടുക്കും. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഫസാദ് ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ പടച്ചോന് ഇഷ്ടമല്ലാത്തൊരു ഏർപ്പാടാണ് ഫസാദ്. ഉപകാരപ്രദമായ മനുഷ്യന്മാർക്ക് നന്മയുള്ള സംഗതികളെ കേടാക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യന്മാർക്ക് അതിൻ്റെ അനുഗ്രഹം കെടുത്താൻ വേണ്ടിയിട്ട് പണിയെടുക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അനിഷ്ടകരമായിട്ടുള്ള കാര്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു നമ്മളോട് പറഞ്ഞത്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂനോട് പറഞ്ഞില്ലേ, വഖാല മൂസ ലി അഖീഹി ഹാറൂൻ ഇഖ്ലുഫ്നി ഫീ ഖൗമി വഅസ്ലിഹ് വലാ തത്തബിഅ സബീലൽ മുഫ്സിദീൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോവുകയാണ്. അപ്പോൾ ഹാറൂനെ പിൻഗാമിയായിട്ട് നിശ്ചയിക്കുകയാണ്. അപ്പോൾ ഹാറൂനോട് പറയാണ്, ജനതയിൽ നീ എൻ്റെ പിൻഗാമിയാണ്, എന്താ നീ ചെയ്യേണ്ടത്? വഅസ്ലിഹ്, നീ ഇസ്ലാഹ് ഉണ്ടാക്ക്, നന്മയുണ്ടാക്ക്, ഖൈർ പരത്ത്, അനുഗ്രഹം പരത്ത്. വലാ തത്തബിഅ സബീലൽ മുഫ്സിദീൻ, മുഫ്സിദീങ്ങളുടെ മാർഗം നീ പിൻപറ്റല്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂനോട് പറഞ്ഞതായിട്ട്. അപ്പോൾ ഫസാദ് അള്ളാഹു ഇഷ്ടപ്പെടില്ല. മുഫ്സിദീങ്ങളുടെ മാർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊട്ട് പറഞ്ഞിട്ടുമില്ല. നമ്മൾ വേണ്ടത് മുസ്ലിഹീങ്ങളുടെ, സാലിഹീങ്ങളുടെ മാർഗം പിൻപറ്റുക എന്നുള്ളതാണ്. മുസ്ലിഹ് എന്ന് പറഞ്ഞാൽ നന്മയുണ്ടാക്കുന്നവൻ, നന്മ പരത്തുന്നവൻ, നല്ല വിശ്വാസം, അതേപോലെ തന്നെ നല്ല കർമ്മങ്ങൾ, നല്ല വാക്കുകൾ, ഇതാണ് ഇസ്ലാഹ്. ഏറ്റവും നല്ല വാക്യം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. അതിൻ്റെ പ്രചരണമാണ് ഏറ്റവും നല്ല ഇസ്ലാഹ്. അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ആളുകളെ വിളിക്കുകയും ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുക. പടച്ചവനാണ് ഏകൻ. അവൻ്റെ പ്രവൃത്തികളിൽ, അതേപോലെ തന്നെ അവൻ്റെ നാമങ്ങളിൽ, അവൻ്റെ വിശേഷണങ്ങളിൽ, അവനോടുള്ള പ്രവൃത്തികൾ, അള്ളാഹിനോടുള്ള പ്രവൃത്തികൾ, അത് നമ്മളുടെ പ്രവൃത്തികളാണ്. അള്ളാഹിനോടുള്ള പ്രവൃത്തി എന്താ? നമ്മുടേത്, നമ്മുടെ ദുആയാണ്, നമ്മുടെ നമസ്കാരമാണ്, നമ്മുടെ നോമ്പാണ്, നമ്മുടെ ഹജ്ജാണ്, നമ്മുടെ സക്കാത്താണ്. അവനോടുള്ള പ്രവൃത്തികളിൽ നമ്മൾ അള്ളാഹുവിനെ ഏകനാക്കണം. അള്ളാഹുവിൻ്റെ പ്രവൃത്തികളിൽ അള്ളാഹു ഏകനാണ്. ഇങ്ങനെ തൗഹീദുല്ലാഹ്, അള്ളാഹുവിനെ ഏകനാക്കുക എന്നതിൽ പണിയെടുക്കലാണ് ഏറ്റവും നല്ല ഇസ്ലാഹ്. അത് കേടാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കലാണ് ഏറ്റവും വലിയ ഫസാദ്.
വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. അള്ളാഹു പറയാണ് വലാ തുഫ്സിദു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്. ബഅദ ഇസ്ലാഹിഹ, ഭൂമിയിൽ ഇസ്ലാഹ് നടന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഇസ്ലാഹ് ഉണ്ടായി പിന്നീട് നിങ്ങൾ ഫസാദ് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഏറ്റവും നല്ല ഇസ്ലാഹ് ഭൂമിയിൽ തൗഹീദാണ്. ആ തൗഹീദിൻ്റെ വ്യാപനത്തിന് ശേഷം ഷിർക്ക് നട്ട് വളർത്തുക എന്നുള്ള, ഷിർക്കിനെ വളർത്താൻ വേണ്ടിയിട്ട് പണിയെടുക്കുക എന്നുള്ളതായ ഫസാദ് അത് നിങ്ങൾ ഉണ്ടാക്കരുതേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. അത് തൗഹീദിൻ്റെയും ഷിർക്കിൻ്റെയും വിഷയത്തിൽ മാത്രമല്ല, പിന്നെയോ ഭൂമിയിൽ ഇസ്ലാഹ് അതിലേറ്റവും പ്രധാനവും പരമവുമായത് ഇതാണെങ്കിലും മറ്റ് വിഷയങ്ങളിലൊക്കെ അപ്രകാരം നമ്മൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ പാടുള്ളതല്ല. അത് ഏത് വിഷയത്തിലായിട്ടുണ്ടെങ്കിലും ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വിശുദ്ധ ഖുർആനിൽ നമ്മളോട് ഉണർത്തുന്നത് തിൽകദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. തിൽകദ്ദാറുൽ ആഖിറ, പരലോക ഭവനം. ഏതാ ഈ പരലോക ഭവനം? അത് സ്വർഗ്ഗാണ്. അള്ളാഹു ആർക്കാണ് സ്വർഗം പറഞ്ഞത്? സ്വർഗത്തെ ആർക്കാണ് അള്ളാഹു നിശ്ചയിച്ചത്? നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദ്, ഭൂമിയിൽ ഔദത്യവും അഹങ്കാരവും ഉദ്ദേശിക്കാത്തവർക്കാണ്, ഭൂമിയിൽ വിനയാന്യതരായി ജീവിക്കുന്നവർക്കാണ് അള്ളാഹു സ്വർഗം പറഞ്ഞത്. വല ഫസാദ, ഭൂമിയിൽ ഫസാദ് ഉദ്ദേശിക്കാത്തവർക്കുമാണ് അള്ളാഹു സ്വർഗം പറഞ്ഞത്. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, നല്ല പര്യവസാനം അത് മുത്തഖീങ്ങൾക്കാകുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹു അവൻ്റെ അനുഗ്രഹീത ഭവനമായ അദ്ദാറുൽ ആഖിറ, സ്വർഗം, പരലോക ഭവനം അള്ളാഹു നിശ്ചയിച്ചത്, അള്ളാഹു പറയുന്നത് അല്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർള്, ഭൂമിയിൽ ഔദത്യവും അഹങ്കാരവും ഉദ്ദേശിക്കാത്തവർക്കാണ്. അതേപോലെ ഫസാദ് ഉദ്ദേശിക്കാത്തവർക്കാണ്. ഭൂമിയിൽ ഫസാദ് ഉദ്ദേശിക്കാതെ വിനയാന്വിതരായി ജീവിച്ചവർ, അവർക്കാണ് സ്വർഗം. ഞാൻ പറഞ്ഞില്ലേ, മുമ്പ് നമ്മൾ കേട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു ജൂത പുരോഹിതൻ വന്നിട്ട് ചോദിക്കുകയാണ്, മൻ അവ്വലുന്നാസി ഇജാസതൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ആർക്കാണ് ആദ്യമായി സ്വർഗപ്രവേശനത്തിന് അനുവാദം നൽകുക ചോദിച്ചു. ജൂതൻ ചോദിക്കുകയാണ്, സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് ആദ്യമായിട്ട് അള്ളാഹു അനുവാദം കൊടുക്കാതിരിക്കാന്ന് ചോദിച്ചു. അപ്പം എന്താ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഫുഖറാ ഉൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളിലെ ഫക്കീറന്മാർക്കാണ്. എന്താ അവരുടെ പ്രത്യേകത? മുഹാജിറുകളിൽ ഫക്കീറന്മാരുടെ അവസ്ഥ എന്താ? അവർ ഈ ദുനിയാവിൻ്റെ കോണിൽ ജീവിച്ചതെങ്ങനെ? അവരിൽ ദുനിയാവിൻ്റെ കോണിൽ ജീവിച്ചത് വിനയാന്വിതരിൽ വിനയാന്വിതരായിട്ടാണ്. ഫസാദിൻ്റെ ലാഞ്ചന്യം അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. അവർ ഹിദായത്തിലേക്ക് വന്നതിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവർ അക്ഷീണ അവിശ്രമ പരിശ്രമം നടത്തി. അവർ ദഅവത്തിന് താങ്ങായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചു. തിരുനബിയുടെ കണ്ണുകളെ അവർ കുളിർപ്പിച്ചു. നാടും വീടും ആദർശത്തിന് വേണ്ടി ത്യജിക്കാൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ അവർ അതിന് തയ്യാറായി. ഉടുതുണിക്ക് മറുതുണിയില്ലാതെയാണ് പലരും പാലായന ഭൂമിയിലേക്ക് എത്തുന്നത്. ഞങ്ങൾക്കിനി എന്ത് എന്നൊരു ചോദ്യചിഹ്നം മാത്രമായിരുന്നു അവർ മദീനയിലെത്തിയപ്പോൾ അവർക്കുണ്ടായിരുന്നത്. അവർ ഫുഖറ എന്ന് പറഞ്ഞാൽ ഫുഖറ അക്ഷരാർത്ഥത്തിലായിരുന്നു. അവർ ഫസാദ് ഉദ്ദേശിക്കാത്ത അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുമായിരുന്നു. ഇമാം ഹാക്കിം മുസ്തദ്രക്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു തുണി ഉടുത്ത് ഹിജറ വന്ന ഒരു സഹാബിയെക്കുറിച്ച്. ഒരു തുണി മാത്രം എടുത്തിട്ട് ഹിജറ വന്ന സഹാബി, ഒരു ഷംലത്ത് മാത്രം ശരീരത്തെ ചുറ്റിയിട്ടുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലെത്തിയപ്പോൾ അയാൾ മരിക്കുകയാണ്. ഒട്ടകത്തു നിന്ന് വീണ് അയാൾ മരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളിൽ നിന്ന് മുഖം തിരിക്കുന്നുണ്ട്. അപ്പോൾ സഹാബികൾ ചോദിക്കുകയാണ് എന്താണെന്ന്. അപ്പോൾ വിശപ്പ് കാരണത്താൽ അയാൾ തീർത്തും അവശനാണ്. പാലായന ഭൂമിയിൽ എത്തുന്നത് വരെ അയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല.
പാലായ ഭൂമിയിൽ എത്തി അയാളൊന്ന് നെടുവീർപ്പിടുന്നതിന് മുമ്പ് മരണം അയാളെ തട്ടിയെടുത്ത്. പക്ഷേ സ്വർഗീയ ഹൂറുകൾ വന്ന് സ്വർഗീയ പഴങ്ങൾ അയാളെ ഭക്ഷിപ്പിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ മുഖം തിരിച്ചത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പ്രവേശനം ആദ്യം നിശ്ചയിച്ച ആളുകൾ ഈ ഫക്കീറന്മാരാണ്, മുഹാജിരീങ്ങളിൽ ഫക്കീറന്മാരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടത്. അപ്പം പിന്നെ യഹൂദൻ്റെ ചോദ്യങ്ങൾ പിന്നെ ആവർത്തിക്കുകയാണ്. എന്താ യഹൂദൻ ചോദിക്കുന്നത്? അപ്പോൾ അവരാദ്യമായി സ്വർഗത്തിലേക്ക് ചെന്നാൽ അവർക്കുള്ള തുഹ്ഫ എന്താണ്? ഒരതിഥിയെ ആദ്യമായി സൽക്കരിക്കുവാനുള്ള തുഹ്ഫ എന്താണ്? വിരുന്നെന്താണ്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സിയാദത്തു കബദിൽ ഹൂത്ത്, മത്സ്യത്തിൻ്റെ കരളിനോടനുബന്ധിച്ചുള്ള ഒരു വസ്തു അതാണ് സിയാദത്തു കബദിൽ ഹൂത്ത്. അതവർക്ക് നൽകിയിട്ടാണ് അവരെ സ്വർഗത്തിൽ ആദ്യമായി വിരുന്നൂട്ടുക. അപ്പോൾ തിരുനബിയോട് യഹൂദൻ ചോദിക്കുകയാണ്, ഫമാ ഗദാഉഹും അലൈഹ, ആ ആദ്യ വിരുന്നിനപ്പുറം അവർക്കുള്ള ഭക്ഷണം എന്തായിരിക്കും? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യുൻഹറു ലഹും സൗറൽ ജന്ന, സ്വർഗത്തിലെ ഒരു കാളയെ അവർക്ക് വേണ്ടിയിട്ട് അറുക്കപ്പെടും. ഈ സ്വർഗത്തിലെ കാള സ്വർഗത്തിൽ തിന്ന് നടക്കുന്ന, സ്വർഗത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് തിന്ന് നടക്കുന്ന ഒരു കാളയാണ്. ആ കാളയെ അവർക്ക് വേണ്ടിയിട്ട് അറുക്കപ്പെടും. എന്നിട്ട് അതിൻ്റെ മാംസം കൊണ്ടായിരിക്കും അവർക്ക് ആദ്യമായിട്ടുള്ള ഭക്ഷണം ഒരുക്കുക എന്നാണ്. അപ്പോൾ യഹൂദൻ്റെ ചോദ്യം, ഫമാ ഷറാബുഹും അലാ ദാലിക, അതിന്മേൽ അവർക്ക് കുടിക്കുവാനുള്ള പാനീയം എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഐനം ഫിഹ മിൻ ഐനിൻ ഫിഹ തുസമ്മ സൽസബീല, സൽസബീൽ എന്ന പേരിൽ സ്വർഗത്തിൽ ഒഴുകുന്ന ഒരരുവിയുണ്ട്. ആ അരുവിയിൽ നിന്നുള്ള പാനീയമായിരിക്കും അവർക്ക് കുടിക്കാൻ നൽകുക എന്ന് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായി. എന്തേ ഈ ആദരവിൽ, ഈ ഒരു ബഹുമതിയിൽ, ഈ ഒരു അനുഗ്രഹീതമായ സൽക്കാരത്തിൽ മുഹാജിരീങ്ങളിലെ ഫുഖറാക്കൾ അതിന് പാത്രീഭൂതരാകാൻ കാരണമായത്? അത് അവരുടെ വിനയാന്വിത ജീവിതമാണ്, അവരുടെ കയ്യിലിരിപ്പാണ്, അവരുടെ സുഹൃത പ്രവൃത്തികളാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ സ്വർഗ രാജ്യത്തെ അനന്തരമെടുക്കണമെങ്കിൽ നമ്മൾ ഒരിക്കലും ഭൂമിയിൽ അഹങ്കരിക്കാനോ ഔദത്യം നടിക്കാനോ പാടുള്ളതല്ല. ഭൂമിയിൽ ഫസാദ് അത് നമ്മളിൽ നിന്ന് ഉണ്ടാകാനും പാടുള്ളതല്ല. ഫസാദ് അതിന് ബഹുമുഖമാണ് എന്ന് നമ്മൾ പറയേണ്ടായി. ഇന്ന് ഫസാദിനാൽ എത്ര ബന്ധങ്ങൾ തകരുന്നു, എത്ര മനുഷ്യന്മാർ അവരുടെ അപകടകർത്തത്തിൽ ആപതിക്കുന്നു, വിശ്വാസം കേടാകുന്നു, മനുഷ്യന്മാർ ദുഷിക്കുന്നു, തമ്മിൽ തെറ്റലും, അതേപോലെ തന്നെ ബന്ധങ്ങൾ ശിഥിലമാകലും, അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ മാനം നഷ്ടപ്പെടലും, മനുഷ്യന്മാരുടെ പരലോകത്തിൽ അവർ പരാജയപ്പെടലും, അതിൻ്റെ എത്രയെത്ര ഭവിഷ്യത്തുകൾ. നല്ല ധർമ്മനിഷ്ഠയിൽ വളരുന്ന ആളുകൾ വരെ ധർമ്മച്യുതിയുടെ ശവപ്പറമ്പിൽ കൂപ്പുകുത്തുന്നതിന് കാരണമാകുന്നത് ചിലർ വിതക്കുന്ന ഫസാദാണ്. അത് ദൃശ്യമാധ്യമങ്ങളിൽ, ശ്രവ്യമാധ്യമങ്ങളിൽ ബഹുജോറായിട്ട് ഇന്ന് നടക്കുന്ന ഒരു ഏർപ്പാടുമാണ്. നമ്മളൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ തിന്മയുടെ താക്കോലുകളാകരുത്, നമ്മൾ നന്മയുടെ താക്കോലുകളാണ് ആകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ തിന്മയുടെ താക്കോലുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, നന്മയുടെ താക്കോൽ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഫതൂബ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹൽ ഖൈർ അലാ യദൈ, ആരുടെ കയ്യിലാണ് അള്ളാഹു നന്മയുടെ താക്കോലുകൾ നിശ്ചയിച്ചത് അവർക്ക് മംഗളം എന്ന് പറഞ്ഞു. വവൈലുൽ ലിമൻ ജഅലല്ലാഹു അലാ യദൈഹി മഫാത്തിഹൽ ശർ, ആരുടെ കയ്യിലാണ് അള്ളാഹു തിന്മയുടെ താക്കോലുകൾ നിശ്ചയിച്ചത് അവർക്ക് നാശം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പം നന്മയുടെ താക്കോലുകളുണ്ട്, തിന്മയുടെ പൂട്ടുകളുണ്ട്. തിന്മയുടെ താക്കോലുകളുണ്ട്, നന്മയുടെ പൂട്ടുകളുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഫാത്തിഹുൽ ഖൈർ മഗാലിഖൽ ശർ, മഫാത്തിഹൽ ശർ മഗാലിഖൽ ഖൈർ. ഈ നന്മയുടെ താക്കോലുകൾ, അതേപോലെ തിന്മയുടെ താക്കോലുകൾ, നന്മയുടെ പൂട്ടുകൾ, തിന്മയുടെ പൂട്ടുകൾ ഇതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മുടെ കയ്യിൽ ഏത് താക്കോലുകളാണ് എന്നുള്ളത് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത്. നമ്മളുടെ കമ്പ്യൂട്ടറും നമ്മുടെ ഇൻ്റർനെറ്റും നമ്മുടെ കീബോർഡും നമ്മളുടെ
പിന്നെ മറ്റു അള്ളാഹു ഒരുക്കി കീഴ്പ്പെടുത്തുന്നതായ മാധ്യമങ്ങളും അതിനെക്കുറിച്ചും അതിൽ മുന്നിലിരിക്കുമ്പോൾ ആ രാവുകളെക്കുറിച്ചും നമ്മളുടെ ഒഴിഞ്ഞ സമയങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ നമുക്ക് തന്നെയാണ് അറിയാം. അള്ളാഹു നമുക്ക് എന്താണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളുടെ കരങ്ങളിൽ നന്മയുടെ താക്കോലുകളെ നിശ്ചയിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവിധ ഖൈറാത്തുകൾക്കും തുണക്കുമാറാവട്ടെ. അവന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്ക് ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പിരടികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമാറാവട്ടെ. അവൻ്റെ ജന്നത്തിൽ വിശാലമായ സ്വർഗ്ഗത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമയേറ്റി നൽകുമാറാവട്ടെ. നമുക്കും നമ്മുടെ ഇണകളിലും മക്കളിലും അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു മുത്തഖീങ്ങൾക്ക് ഇമാമുകളായി ജീവിക്കാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.